മധ്യ പൗരസ്ത്യ പ്രദേശത്തെ രണ്ട് നിർണായക ശക്തികൾ ഇറാനും ഇസ്രയേലും, ഷിയ രാജ്യമായ ഇറാനും ജൂതരാഷ്ട്രമായ ഇസ്രയേലും തമ്മിൽ ദീർഘകാലമായി നിലവിലിരുന്ന ഒരു ശീതയുദ്ധത്തിൻ്റെ അവസരമുണ്ട്, ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം ഇന്ന് മാറിയിരിക്കുന്നു. ഒരു യുദ്ധസമാനമായ, യഥാർത്ഥ യുദ്ധസമാനമായ ഒരു രീതിയിലേക്ക് ആ സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു. അതിന് കാരണമായത് തീർച്ചയായും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിലേക്ക് നടന്ന അറ്റാക്കും അതിനുള്ള തിരിച്ചടിയും, അതിൽ നിന്നും മൈലേജ് ഉണ്ടാക്കാനായി ഇറാൻ എന്ന രാജ്യം മുസ്ലിം ജനസാമാന്യത്തിൻ്റെ, പ്രത്യേകിച്ചും പലസ്തീനിയൻ ജനതയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ നിരന്തരം നടത്തിയ പ്രോക്സി വാർ, ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ പ്രോക്സി യുദ്ധമെന്ന് പറയുന്നത് ശീതയുദ്ധത്തിൻ്റെ ഒരു 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 നിർണായകമായ ഒരു രീതിയാണ്. ഈ 1950 മുതൽ 40കളുടെ അവസാനം മുതൽ 1990 സോവിയറ്റ് യൂണിയൻ അവസാനിക്കുന്നത് വരെ ഉണ്ടായിരുന്ന ശീതയുദ്ധത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരിക്കൽ പോലും നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നത് ഓർക്കണം. ഇവിടെയും സംഭവം ശരിയാണ്. അവസാനമായി അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനോട് ഏറ്റുമുട്ടുന്നത് 1973 അതിനുശേഷം ഒരു രാജ്യവും ഇസ്രയേലുമായി നേരിട്ട് ഔപചാരികമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. എന്നാൽ ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള, ലെബനനിലെ സായുധ സംഘമായ, ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി കൂടിയായ ഹിസ്ബുള്ളയും, യമനിലെ ഹൂതികളും, ഇവരെല്ലാം തന്നെ ഇറാൻ്റെ പിന്തുണയുള്ളവരാണ്. ഒരു പരിധിവരെ ഹമാസിൻ്റെ പിന്തുണയും, പലസ്തീനിലെ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസിന് പിന്തുണ നൽകുന്നതും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും ഷിയ രാജ്യമായ ഇറാനാണ്. അതുമാത്രമല്ല, സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള ഷിയ മിലിറ്റൻസിയെ ഫണ്ട് ചെയ്യുന്നതും ഇറാനാണ്. ഈ മിലിറ്റൻറ്റുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, സായുധ സംഘങ്ങളെയും മെഴ്സനറികളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിഴൽ യുദ്ധത്തിലായിരുന്നു ഇറാൻ ഇതുവരെ. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് 2-3 ആക്രമണങ്ങൾ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഇൻട്രസ്റ്റ് മേഖലകളിലേക്കുണ്ടായി. അതിലൊന്ന് ഖാസിം സുലൈമാനിയുടെ വധമാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനായിരുന്ന ഖാസിം സുലൈമാനി ഒരു ഇസ്രയേലി ആക്രമണത്തിൽ മരിച്ചു. അതുമാത്രമല്ല, ഖാസിം സുലൈമാനിയുടെ ഓർമ്മ ദിവസം, മരണത്തിൻ്റെ ആണ്ട് തികയുന്ന ഓർമ്മ ദിവസം അവിടെ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങിലേക്ക് വലിയ തോതിൽ ബോംബ് സ്ഫോടനം നടക്കുകയും ഏതാനും പേര് മരിക്കുകയും ചെയ്ത ഒരു സംഭവം, ഇതെല്ലാം ഇറാനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അവസാന ആണിയായിരുന്നു ഡമാസ്കസിൽ നടന്നത്. ഏപ്രിൽ മാസം 1 ഡമാസ്കസിൽ, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ച് 7 പേരെ കൊലപ്പെടുത്തി. അതിൽ ഒരാൾ ഇറാൻ്റെ ഉന്നത ജനറലായിരുന്നു. അപ്പം ഇറാന് പ്രതിരോധിക്കാനാവാതെ പോയി ഈ കാര്യങ്ങൾ. അപ്പം ഇറാനുള്ളിൽ നടന്ന, ഇറാൻ ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ്, ഇറാനുള്ളിൽ വളരെ വലിയ മുറവിളി ഉണ്ടായി. ഇതിന് പകരം ചോദിക്കണം ഹസൻ റുഹാനി എന്ന പ്രസിഡന്റ്, അതുപോലെ അയത്തുള്ള അലി ഖുമൈനി എന്ന മതമേലധ്യക്ഷൻ, സുപ്രീം പരമാനത നേതാവ്, ഇവരെല്ലാം വളരെയധികം ടെൻഡർഹുക്കിലായി പോയി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നു, എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാനായി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. എംബസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കമ്മീഷൻ, എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്താണെങ്കിൽ പോലും ഒരു സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശമാണ്. ആ പ്രദേശം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ ആർട്ടിക്കിൾ 51 ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനുള്ള അവകാശമുണ്ട്. അതുപയോഗിച്ച് തന്നെയാണ് കഴിഞ്ഞ 13-ാം തീയതി, ഏപ്രിൽ മാസം 13-ാം തീയതി ഇറാനിൽ നിന്നും കടന്നു വന്ന ഡ്രോണുകളും ഒരു വലിയ നമ്പർ മിസൈലുകളും, 300-ൽ പരം ഏറിയൽ ഒബ്ജക്ട്സാണ്, റോക്കറ്റ്സ് ആൻഡ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്, അത് ഇസ്രയേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഇസ്രയേലിൻ്റെ അയൺ ഡോം അതിനെ തടഞ്ഞു നിർത്തുകയുണ്ടായി. പക്ഷേ ഇവിടെ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ എറിയൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു മേന്മ കാണുകയുണ്ടായി. ഒരു കാഷ്വാലിറ്റി ഉണ്ടായില്ല, ഒരാൾ പോലും ഇസ്രായേലിൽ മരിച്ചില്ല, ഒരു കൊച്ചുകുട്ടിക്ക് പരിക്കേറ്റു എന്നതല്ലാതെ ഒരു ഡാമേജും ഉണ്ടായില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനെടുത്ത ആ തീരുമാനം, ആ ആർജവം, അത് മുസ്ലിം ലോകത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ കണ്ണുകളെല്ലാം ഇറാൻ്റെ നേരെ നീണു. അങ്ങനെയെങ്കിൽ തിരിച്ചടി സ്വാഭാവികമാണല്ലോ. ഇസ്രയേലിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ അടിക്ക് തിരിച്ചടി എന്നതാണ് യഹൂദൻ്റെ പ്രമാണം. അത് മുൻകാലങ്ങളിൽ എപ്പോഴും ചെയ്തിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത്, അതിനുശേഷം ഈ ഹിറ്റ്ലറുടെ തടങ്കൽ പാളയങ്ങളിൽ, ഓഷ്വിറ്റ്സിൽ എരിഞ്ഞടങ്ങിയ ലക്ഷക്കണക്കിന് ജൂതന്മാർ,
അവരുടെ ചോരയ്ക്ക് കണക്ക് തീർക്കാൻ വേണ്ടി നാസികൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അർജന്റീനയിൽ പോയി വരെ നാസി അട്രോസിറ്റീസിന് കാരണഭൂതന്മാരായ ജർമ്മൻകാരെ പിടിച്ച് ഇസ്രയേൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി വധിച്ച ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. അതിൻ്റെ IDF അതിശക്തമാണ്. അതുമാത്രമല്ല മൊസാദ് എന്ന ചാരസംഘടന അതിശക്തമാണ്. അതുകൊണ്ട് പല രൂപത്തിലുള്ള തിരിച്ചടി സ്വാഭാവികമായിട്ടുണ്ടാവാം. അതിൻ്റെ ആദ്യ രൂപം ഇന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നു. ഏപ്രിൽ മാസം 19-ാം തീയതി അർദ്ധരാത്രിയിൽ വളരെ വലിയ നമ്പർ മിസൈലുകളും റോക്കറ്റുകളും പതിച്ചിരിക്കുന്നു അസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനിയൻ പട്ടണത്തിൽ. അവിടെയാണ് ഇറാൻ്റെ ആണവ നിലയം, ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടമാക്കുന്ന പല ആണവ നിലയങ്ങളിൽ ഏതാനും എണ്ണം സ്ഥിതി ചെയ്യുന്നത് അസ്ഫഹാൻ എന്ന സിറ്റിയിലാണ്. ആ സിറ്റി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവ കേപ്പബിലിറ്റിക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്നാൽ ആ വ്യോമതാവളങ്ങൾ, ഇറാൻ്റെ ചില വ്യോമതാവളങ്ങൾ, ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ ആ വ്യോമതാവളങ്ങളുടെ ചുറ്റുപാട് നിന്നാണ് മിസൈലുകൾ കുതിച്ചു പാഞ്ഞത് എങ്കിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ ഞങ്ങൾ ബോംബ് ഇട്ടുകൊണ്ട് പ്രതികാരം തീർത്തിരിക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷേ പരസ്യമായി ഈ വാചകങ്ങൾ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പരസ്യ പ്രസ്താവനകൾ നടന്നിട്ടില്ല. പക്ഷേ സൂചനകൾ എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കാൻ മടിക്കില്ല, പ്രകോപനം നടത്തിയാൽ തിരിച്ചടി ഉണ്ടാകും, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്ന സൂചനയായിരിക്കും ഇസ്രായേൽ നൽകുന്നത്. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായ താക്കീത് ഇസ്രായേലിന് കൊടുത്തു. അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേലോട് പറഞ്ഞു, നിങ്ങൾ പരമാവധി സംയമനം പാലിക്കണം. ഇറാൻ നിങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, ശരി, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കാഷ്വാലിറ്റി ഉണ്ടായില്ല, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇറാനെ ഇപ്പോൾ അടിക്കരുത്, അത് പ്രശ്നമാകും, സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. നിങ്ങളുടെ യുദ്ധം നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. ഞങ്ങളുടെ എയർഫോഴ്സ് ബേസുകളുണ്ട്, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഞങ്ങളുടെ നാവിക ബേസുകളുണ്ട്, അത് ബഹ്റിനിലാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മുൻകാലങ്ങളിൽ തന്നതുപോലെ ഞങ്ങൾ തരില്ല എന്ന് വ്യക്തമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിൻ്റെ ഫലമായിരിക്കാം പരിമിതമായ തോതിൽ ഈ റിറ്റാലിയേറ്ററി സ്ട്രൈക്ക് ഒതുക്കിയത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. പക്ഷേ നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേലിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമ്മർദ്ദം. ആ സമ്മർദ്ദം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഈസ് സിറ്റിംഗ് ഓൺ എ ഹോട്ട് സീറ്റ്. ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ കസേര ധരിക്കാം. ഇപ്പോൾ ഒരു വാർ ക്യാബിനറ്റിന് നേതൃത്വം കൊടുക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ ആ ഒരു അവസ്ഥ മാറിയതിന് ശേഷം അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടാൽ പരാജയപ്പെടാനാണ് സാധ്യത. കാരണം ഗാസ്ലയുടെ കണക്ക് പുസ്തകത്തിൽ ഇസ്രായേലിന് യാതൊന്നും കാണിക്കാനില്ല. ജനം ചോദിക്കുന്നു, ഇസ്രായേലിലെ ജനം ചോദിക്കുന്നു, എവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ? പലസ്തീനിയൻസ് അല്ലെങ്കിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ 100-ൽ പരം ആളുകൾ, 200 ചില്ലുവാനം ആളുകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. 100ഓളം പേരെ മോചിപ്പിച്ചു, ഏതാനും പേര് മരിച്ചു. ബാക്കിയുള്ള 110ഓളം ആളുകളെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു യുദ്ധം ജയിച്ച് കാണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഗാസയിൽ നടക്കാത്തൊരു കാര്യം ഇറാനെതിരെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലി സാഹസത്തിന് മുതിർന്നത്. വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് ഇത് പോകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ ആണവരാജ്യമാണ്, ഇറാൻ ആണവരാജ്യമാണ്. ആണവരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആരും ജയിക്കില്ല എന്നത് ചരിത്ര സത്യമാണ്. ഒരു കാരണവശാലും ആണവ യുദ്ധം ആക്രമണത്തിന് വേണ്ടിയല്ല, ആണവായുധങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഡിറ്ററൻസ്, വീട്ടിൽ പട്ടിയെ വളർത്തുന്ന പോലെയാണ്. കടിക്കാൻ വേണ്ടിയല്ല, ആരെയും കടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കടന്നു വരുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നായയെ വളർത്തുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ആണവായുധങ്ങൾ. അതുകൊണ്ട് സംയമനം രണ്ട് ഭാഗത്തും, ഇസ്രായേലിൻ്റെ ഭാഗത്തും ഇറാൻ്റെ ഭാഗത്തും സംയമനം പാലിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മഹായുദ്ധം, മധ്യപൗരസ്ത്യ പ്രദേശത്തെ അസ്ഥിരമാക്കുന്ന ഒരു മഹായുദ്ധം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യക്ക് പോലും വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയിലെ ഓയിൽ ഡിപ്പെൻഡൻ്റാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തേക്ക്. അപ്പോൾ ഓയിൽ കടന്നു വരേണ്ട പാതകൾ അടഞ്ഞു പോകരുത്. അതുമാത്രമല്ല ആ പ്രദേശത്ത് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരുപാട് പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ മൂലധനത്തിൻ്റെ ഒരു വലിയ പങ്കും വരുന്നത് അവിടെ ആ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഓരോ ഭാരതീയരും ആഗ്രഹിക്കുന്നതും ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിക്കുക. രണ്ടുപേരും അങ്ങോട്ടൊന്ന് കൊടുത്തു ഇങ്ങോട്ടൊന്ന് വാങ്ങി തിരിച്ചു കൊടുത്ത് സമനിലയിൽ പിരിയുന്നതാണ് നല്ലത്. അതാവും ആ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് നല്ലത് എന്ന് തന്നെയാണ് പൊതുവെയുള്ള നിരീക്ഷണം.